കോൺഗ്രസ് പാർട്ടിയിൽ സൈബർ യുദ്ധം മുറുകുകയാണ്. വി.ഡി. സതീശനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കെ സുധാകരനെയും അനുകൂലിക്കുന്നവർ പരസ്യമായി രംഗത്തിറങ്ങുന്നതാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം മൗനം പാലിക്കുന്നു. വി.ഡി. സതീശനെതിരെ കോൺഗ്രസ് അനുകൂല സൈബറിടങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനവും അശ്ലീല പരാമർശങ്ങളും ഉയരുന്നത് കോൺഗ്രസ് പവർ ഗ്രൂപ്പുകളിലെ വിള്ളലിലേക്ക് വഴിയൊരുക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെതിരെ ഒന്നിച്ചു നീങ്ങേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസിലെ സൈബർ പോരാളികൾ സതീശന് ചുറ്റും വട്ടമിട്ടു കറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിലും നടപടികളിലും സംസ്ഥാന കോൺഗ്രസിൽ സൈബർ യുദ്ധം മുറുകുന്നു. പാർട്ടിയുടെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ സതീശനെതിരെ ആക്രമണം കടുത്തിട്ടും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ മൗനം തുടരുന്നതിൽ പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്നവർ രോഷത്തിലാണ്. പേരിനെങ്കിലും പ്രതിഷേധമുയർത്തിയ റോജി എം ജോൺ MLA ആകട്ടെ സതീശനെ ആക്രമിക്കുന്നത് CPM ആണെന്ന വാദമാണ് ഉയർത്തുന്നത്. രാഹുൽ വിഷയത്തിലെ കടുംപിടുത്തമാണ് സൈബർ കോൺഗ്രസുകാർക്കിടയിൽ സതീശനെ ഇപ്പോൾ ഇരയാക്കുന്നത്. മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരനെ അനുകൂലിക്കുന്നവരും അവസരം മുതലെടുത്തതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് പ്രതിപക്ഷ നേതാവ്. സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന സൈബർ പോരാളികളടക്കം സതീശന് നിരന്തരമായി കടന്നാക്രമിച്ചിട്ടും മുതിർന്ന നേതാക്കൾ ആരും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൊണ്ടുപോലും അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടില്ല. ഇതോടെയാണ് സതീശന് വേണ്ടി പ്രതിരോധം തീർക്കാൻ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ അണികൾ ഇറങ്ങിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെതിരെ ഒന്നിച്ചു നീങ്ങേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസിലെ സൈബർ പോരാളികൾ സതീശന് ചുറ്റും വട്ടമിട്ടു കറങ്ങുകയാണ്. സതീശനെ പിന്തുണച്ച് രംഗത്ത് വന്ന അങ്കമാലി MLA റോജി എം ജോൺ ആകട്ടെ എല്ലാ പഴിയും CPMന് മേൽ ചാർത്തുകയാണ്. അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി എന്ന പാർട്ടിയിലെ ചർച്ചകൾക്കും ഇപ്പോഴത്തെ സതീശൻ വിരുദ്ധ പ്രചരണവുമായി ബന്ധമുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ സൈബർ യുദ്ധം അവസാനിക്കുന്നില്ല. ഡിജിറ്റൽ മീഡിയ രംഗങ്ങൾ കൂട്ടത്തോടെ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞതാണ് പാർട്ടിയിലെ പുതിയ പ്രതിസന്ധി. മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവിനെ പേരെടുത്തു പറഞ്ഞും അല്ലാതെയും വിമർശനം തുടരുന്നു. ഡിജിറ്റൽ മീഡിയ സെൽ രൂപീകരിച്ചത് കോൺഗ്രസിൻ്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു. നിലവിൽ കഴിഞ്ഞ 2 ദിവസമായി ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള പോസ്റ്റുകളുമായാണ്. നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ തൊടുത്തുവിടുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ ഡിജിറ്റൽ സെല്ലുകൾ ഇല്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശമാണ്. കോൺഗ്രസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഡിജിറ്റൽ മീഡിയ അംഗങ്ങൾ കൂട്ടത്തോടെ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞത്. മറ്റു നേതാക്കളെ അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെയായി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ സജീവമാണ്. സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം തുടർന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ. കോൺഗ്രസ് പവർ ഗ്രൂപ്പിലും കലഹം. ഡിജിറ്റൽ വിഭാഗത്തെ കൈയൊഴിഞ്ഞു ഡിജിറ്റൽ മീഡിയ വിഭാഗം സൈബർ ഗുണ്ടകളെ പോലെയാണെന്ന് സതീശൻ പക്ഷം പറയുന്നു. നേതാക്കൾക്കും കടുത്ത അതിർത്തിയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ കടുത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വന്നിട്ടുള്ളത് എന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പാർട്ടി തുടരെ വിവാദങ്ങളിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ വിഭാഗവും കോൺഗ്രസിൽ നിന്നും കൈവിട്ടു പോകുന്നു. പ്രതിപക്ഷ നേതാവ് ഡിജിറ്റൽ വിഭാഗത്തെ തള്ളിപ്പറഞ്ഞതോടുകൂടി തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മറുചേരിയിലായി. ശക്തമായ ആക്രമണമാണ് മുതിർന്ന നേതാക്കൾക്കെതിരെ നടത്തുന്നത്. രാഹുലിനെതിരെയും മറ്റും വിമർശനങ്ങൾ ഉയർന്നാൽ അവരെയും അവരുടെ കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വലിയ തരത്തിലുള്ള സൈബർ ആക്രമണത്തിലേക്ക് ഈ സംഘം പോവുകയാണ്. അങ്ങനെ വല്ലാത്ത ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നു. KFIL ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.